അവർക്കത് നന്നായിരുന്നുവല്ലോ, അവർക്കതിൽ കൂലി ലഭിച്ചിരുന്നുവല്ലോ. പക്ഷേ അവർ വിവരമില്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യന്റെ വീട്ടിന്റെ പുറത്ത് വെച്ച് പേര് വിളിച്ചത് വരെ വളരെ വളരെ പരിമിതമായി പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ 6000 ചില്ലാനം ആയത്തുകളിൽ അല്ലാഹു 5 ആയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കാരത്തിനെ പറ്റി പോലും 5 എന്ന് പറയാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഖംസ് എന്നോ ഖംസത്ത് എന്നോ പറയാത്ത ഗ്രന്ഥ അങ്ങനെ ഉരുട്ടിയിട്ട് നിസ്കാരം 5 വഖത്താണെന്ന് കാണിക്കുകയാണ് ഖുർആൻ ചെയ്തത്. 5 എന്നൊരു വാക്ക് വരെ നിസ്കാരത്തെ പറ്റി പറയാത്ത വിശുദ്ധ ഖുർആൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ വീട്ടിൽ പാലിക്കേണ്ട മര്യാദയെ പറ്റി 5 ആയത്ത് പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ സ്വഹാബത്തിന് മുസ്തഫ നബിയെ കുറിച്ചുള്ള മതിപ്പാണ് അവരുടെ ഈമാൻ. ഹുദൈബിയ സന്ധിയുടെ ദിവസം മധ്യസ്ഥനത്തിന് വേണ്ടി മധ്യസ്ഥതക്ക് വേണ്ടി കരാർ എഴുതാൻ വന്ന ആൾ ഉർവത്ത് ബിൻ മസ്ഊദ് ആയിരുന്നു. ഉർവ എന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ്. അന്ന് അദ്ദേഹം മുസ്ലിമായിരുന്നില്ല, ഉർവത്ത് ബിൻ മസ്ഊദ് ആയിരുന്നു. അന്ന് ഹുദൈബിയ സന്ധിയുടെ നാളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ കരാർ എഴുതാൻ വേണ്ടി ഹബീബായ മുഹമ്മദ് മുസ്തഫ ഖുറൈശികൾ മധ്യസ്ഥനായി നിയോഗിച്ചത് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദിനെയാണ്. അങ്ങനെ ഉർവത്ത് ബിൻ മസ്ഊദ് വന്നു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു, കരാറിന്റെ ചർച്ച നടത്തി, കരാർ ചെയ്തു, കരാറൊക്കെ എഴുതിണ്ടാക്കുക. ഈ സമയത്ത് അദ്ദേഹത്തിന് അനുഭവിച്ച അനുഭവം പിന്നീട് മക്കക്കാരോട് പോയി അദ്ദേഹം പറഞ്ഞതായി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു മലികൻ മിൻ ഖൗമിൻ മിസ്ല മുഹമ്മദിൻ ഫീ അസ്ഹാബിഹി. ഞാൻ ഒരുപാട് നാട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ കിസ്റയുടെ നാട്ടിൽ ചെന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഞാൻ പേർഷ്യയിൽ പോയി, കിസ്റയുടെ കൊട്ടാര വളപ്പിൽ പോയിട്ടുണ്ട്, കൈസറിന്റെ കൊട്ടാര വളപ്പിൽ പോയിട്ടുണ്ട്, റോമിൽ പോയിട്ടുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയിട്ടുണ്ട്, അലക്സാണ്ട്രിയയിൽ ഈജിപ്തിലെ ഭരണാധികാരികളുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിനെ മുഹമ്മദ് മുസ്തഫ മുഹമ്മദിന് തന്റെ അനുയായികളിൽ കിട്ടുന്ന ഒരു ആദരവ്, അപ്രകാരം കിട്ടുന്ന ഒരു ജനനായകനെ, ഒരു നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. എന്നിട്ട് എന്താ പറയുന്നത് വഅന്നഹു ലാ യതവല്ലഉ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കണേ, നിങ്ങൾ മനസ്സിലാക്കണേ. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. ഈ മനുഷ്യര് മഹത്വമുണ്ടോ? ഈ മഹത്വം പറയേണ്ടതുണ്ടോ? നിങ്ങൾ പറയാ മുസ്ലിമീങ്ങളെ, എന്തെങ്കിലും ഇത് പറയാൻ വേണ്ടി കേന്നമൊരു യോഗം നടത്തിയിട്ടുണ്ടോ? മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിക്കണ്ടേ? മുസ്ലിമീങ്ങളെ, സംഘടനയുടെ പുറംതോടുകൾ പൊട്ടിച്ച് പുറത്ത് ചാടൂ. മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ദീനിനെ പ്രാപിക്കണ്ടേ? മുസ്ലിമീങ്ങളെ, ചില സംഘടനകളൊക്കെ സത്യത്തിനെ വരിഞ്ഞു കെട്ടി വേല് കെട്ടിയതിന്റെ ഉള്ളിൽ മുസ്ലിം സാമരന്മാരെ അകപ്പെടുത്തി പോയില്ലേ? മുസ്ലിമീങ്ങളെ, നിങ്ങൾ നിങ്ങളെ സംഘടനയുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഹദീസ് മുസ്ലിമിലുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ? മുസ്ലിമീങ്ങളെ, ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഉർവ പറയുന്ന ഹദീസ്, ആ സംഭവം ഇതാ രേഖപ്പെടുത്തുന്നു സ്വഹീഹ് മുസ്ലിം. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂഎടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാണ് എങ്കിൽ അവർ മദ്ദു അസാബിഅഹും മദ്ദു ഐദീഹിം വമദ്ദു അകുഫഹും തഹത കഫിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മനസ്സിലായോ? മദ്ദു ഐദീഹിം. മുഹമ്മദ് നബി മുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ ഇരുന്നിട്ട് വുളൂഎടുക്കാണ് എങ്കിൽ അവരവരെ കൈകൾ നീട്ടും. അവർ തിക്കും തിരക്കും കൊല്ലാനെടുക്കും. തിരക്കൊണ്ട് റഹ്മത്തുള്ള പറയല്ല, സ്വഹീഹ് മുസ്ലിം
സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കുക. കൈ ഇങ്ങനെ കാട്ടി നിൽക്കും. റസൂലുള്ള കൈ കഴുകുക. ഒരാൾ കൈ കഴുകിയ എന്താ അതിലൂടെ വരിക? ഒരാൾ കൈ കഴുകിയ എന്താ വരിക? ഒരാൾ കൈ കഴുകിയ എന്താ ഉണ്ടാവുക? കുറെ അയാളെ ശരീരത്തിലുള്ള വിയർപ്പും ചളിയൊക്കെ അവരതിനു വേണ്ടി ഇങ്ങനെ കൈയോട്ടും. അവര് കൈ ഇങ്ങനെ കാണിക്കും. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാ. എന്ത് പറയാണ്ട് ഈ ഹദീസിനെ പറ്റി? ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇങ്ങനെ കൈയാട്ടി നിൽക്കും. കൈ വെള്ളം കിട്ടിയ ആളുകളൊക്കെ റസൂലുള്ളാഹിന്റെ വുളൂ ചെയ്യുന്ന വെള്ളത്തിൽ നിന്ന് കിട്ടിയാൽ അതുകൊണ്ട് അവര് ഇങ്ങനെ തടവും. എന്നാൽ ചില ആളുകൾക്ക് തിക്കുന്തരക്കുണ്ടാകുമ്പോ ഒരാൾക്ക് കിട്ടിയിട്ടില്ല. ചില ആളുകൾക്ക് കിട്ടി. നിങ്ങൾക്ക് മനസ്സിലാവണ്ടപ്പോ ഈ പറഞ്ഞത്. എല്ലാവർക്കും കിട്ടില്ല. തിരക്ക് കൂടുമ്പോ എല്ലാവർക്കും കിട്ടൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ചില ആളുകൾക്ക് കിട്ടൂല. അത്രയും ആളുകളുണ്ട്, കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സ്വഹീഹ് മുസ്ലിം ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും വല്ലതും കിട്ടിയാൽ അതുകൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ തടവും. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലോ കിട്ടാത്തോന് കിട്ടിയോന്റെ എന്താ ബലലിന്റെ അർത്ഥം? നനവ്. ആ കിട്ടിയവരൊക്കെ എങ്ങനെ പൂശും. കിട്ടാത്ത ആളുകളോ കിട്ടിയവന്റെ നനവുമ്മ കൂടും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? مبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഹജ്ജത്തുൽ വദാഇൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംറ എറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഫതഹല്ലല. ശ്രദ്ധിക്കണുണ്ടോ? ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ ജംറ എറിഞ്ഞിട്ട് വന്നിട്ട് മുടി കളഞ്ഞു. തഹല്ലുലായി. ഒരു ഭാഗത്തെ മുടി വളഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്സിംഹാ ബൈനൽ മുഹാജിരീൻ. ഈ മുടി മുഹാജിരീങ്ങളുടെ ഭാഗത്തേക്ക് കൊടുക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇന്നും ലോകത്ത് ബാക്കിയായ മുടിയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്ക്. ഒരു മനുഷ്യന്റെ തലമുടി കളഞ്ഞ രോമം. ഇതാരാ പറയുന്നത്? സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹബീബായ മുഹമ്മദ് മുസ്തഫ തലമുടി കളഞ്ഞിട്ട് എന്ത് ചെയ്തു? അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്സിംഹാ ബൈനൻ നാസി. ഇത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിതരണം ചെയ്തു. മറ്റേ ഭാഗത്തെ മുടി കളഞ്ഞു. അതെടുത്തിട്ട് ഇഖ്സിംഹാ ബൈനൽ അൻസാർ. ഒരു ഭാഗത്തെ മുടി മുഹാജിരീങ്ങൾക്കും മറ്റേ ഭാഗത്തെ മുടി അൻസാരിങ്ങൾക്കും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നിങ്ങൾ ചിന്തിക്കേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇനി ഈ മുടിയെപ്പറ്റി ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പങ്കെടുത്തു.
ഈ മുടിയെ പറ്റി ഞാനൊരു കഥ പറഞ്ഞു തരാം. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ മുടി ഇറക്കുമതി